വരുവാൻ കാലമിതായി, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ കാലമിതായി. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 60 അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു, പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു. ഇത് ന്യായവിധിയുടെ കാലമാണല്ലോ ദൈവമക്കളെ. ഭൂമിയെ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട് നിശ്ചയം. ന്യായവിധിയോ അത് ജയത്തോളം നടത്തുമെന്ന് വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കിട്ടിയ ഈ വചനം ഏറ്റെടുക്കാൻ ദൈവടയാക്കട്ടെ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു. ഇത്രയേറെ കാഠിന്യം അനുഭവിക്കാൻ കാരണം ദൈവം അങ്ങനെ വരുത്തിയതായ അനുഭവത്തെ നമ്മളിവിടെ കേൾപ്പിക്കുന്നു. നീ നിന്റെ ജനത്തെ എന്നാ പറഞ്ഞേ, മറ്റാരെയല്ല. നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഠിനമായ കഷ്ടതയിലൂടെയാണ് കടന്നു പോന്നെ. മനോദുഃഖങ്ങൾ, മാനസിക വിഭ്രാന്തി, ശാരീരിക ക്ഷീണങ്ങൾ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ജീവിച്ചിരിക്കണമെന്നുള്ളൊരാഗ്രഹം പോലും ഇല്ലാതെ ദൈവമേ ജീവനെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു, ഇനി മുമ്പോട്ട് സഹിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ ദൈവമക്കളെ, നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു, പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിഭ്രാന്തരായി തീരുന്ന ചില അനുഭവങ്ങൾ ദൈവമക്കളെ കടന്നു വരുന്നതായ ഒരു അനുഭവം കൂടെ ഉണ്ട്. അതേത് വിധത്തിലും ആകാം. അപ്പോഴും ഓർക്കണ ദൈവമക്കളെ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മടിക്കാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ആമേൻ. ഒരു വിജയ കൊടി ഉയർത്തുവാൻ സമയമാകുന്ന മക്കളെ, വിശ്വസിക്കുന്ന മക്കൾക്ക് ഇപ്പോഴോ നോക്കിയാൽ വളരെ കാഠിന്യം അനുഭവിക്കുകയാണ്. അതും ദൈവം വരുത്തി വെച്ചൊരു അനുഭവം തന്നെയാണ്. തൻ്റെ ജനത്തിന് കാഠിന്യം അനുഭവിപ്പിച്ചെന്നാണ് വചനം. ദൈവം അറിയാത്തൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിലില്ല. ദൈവം അറിയാത്തൊരു കഷ്ടത നമ്മുടെ ജീവിതത്തിലില്ല. ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതയും കണ്ണുനീരും വേദനയൊക്കെ ഓർത്താൽ ചിലപ്പോൾ ചിന്തിച്ചു പോകും, കർത്താവേ നമുക്ക് മാത്രമാണോ ഇങ്ങനെ? അവർക്കാർക്കും അങ്ങനെ ഒരു ദുഃഖങ്ങളില്ലല്ലോ, അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഒരാരാധനയ്ക്ക് പോകുന്നില്ലല്ലോ, എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് മാത്രം ഇങ്ങനെ വരുവാൻ കാരണമെന്ത്? ഇതാ വചനം നമ്മളെ കേൾപ്പിക്കുന്ന 5-ാം വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമെന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. അപ്പോൾ കർത്താവിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതാണെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ട്, ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, അല്പം ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ തന്ന് ശോധന കഴിച്ച് നിർമ്മലമാക്കി വിശുദ്ധീകരിച്ച് വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഉറ്റിരുന്നു കൊണ്ട് കർത്താവിന് വേണ്ടി തേജസ്സേറിയ ശുശ്രൂഷ എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരേണ്ടതിന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ദൈവം നമ്മളെ ആക്കിയെടുത്തുകൊണ്ട് വരുന്ന അനുഗ്രഹങ്ങളെ അത്രയും നമ്മളിവിടെ കേൾക്കുന്നത്. ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മൂക്കപക്ഷമില്ലാത്ത ദൈവം. ആമേൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്ന മക്കൾ കണ്ണിൽ കാണുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് കുടിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ഒന്നോർക്കണം, ദൈവം അറിയാത്തൊരു കഷ്ടത എൻ്റെ ജീവിതത്തിലില്ല, ദൈവം അറിയാത്തൊരു നിലവിളിയില്ല, ദൈവം അറിയാത്തൊരു ബലഹീനതയില്ല, ദൈവം അറിയാത്ത ഒരു ജീവിതത്തിലൊന്നുമില്ല. എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. ഈ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം ദൈവമക്കളെ, ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തുറന്നു കൊടുത്ത ദൈവം. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. പിന്നിലേക്ക് നോക്കിയ ശത്രു സൈന്യം ചീറിപ്പാഞ്ഞു വരുമ്പോൾ മുന്നിൽ വളരെ ഭയാനകമാകുന്ന വിധത്തിൽ ചെങ്കടൽ ഒഴുകുകയാണ്. അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം. ഇനി ഒട്ടും തുഴയാൻ പറ്റത്തില്ല, ഇനി ജീവിതത്തിൽ കരയേറുവാനൊരു
അവസരമില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും അക്കരെ എത്തത്തില്ല. ഇത് എൻ്റെ അവസാനം വരെ, എൻ്റെ അവസാനത്തെയാണ് ഞാൻ കാണുന്നത്, അല്ല എൻ്റെ അവസാനത്തെ ഒരു അനുഭവമാണിത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിധിക്കും. പക്ഷേ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആ വിധിക്കപ്പുറത്ത് ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ വിധിക്കപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം മുന്നിലൊഴുകുന്ന ചെങ്കടലിൻ്റെ നടുവിൽ വഴി തുറക്കുവാൻ ഈ ദൈവത്തിനല്ലാതെ ആർക്കും സാധിക്കത്തില്ല. ചെങ്കടലിനെ മാറ്റിയില്ല ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ നടുവിലൂടെ പാതയൊരുക്കിയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഥാസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടിയായി തീരുവാൻ ദൈവം ഒരുക്കട്ടെ. ഇപ്പോഴനുഭവിക്കുന്ന ഈ മഹാകഷ്ടത, ഈ മഹാവേദന, എൻ്റെ ദൈവമേ സ്തോത്രം, ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എത്രത്തോളം സങ്കടത്തിലൂടെയായിരിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകും, നേരം വെളുക്കുമോ, നേരം പുലർന്ന് കാണാൻ പറ്റുമോ. എന്നാൽ നേരം വെളുത്താലോ വൈകുന്നേരം വരെ നമ്മൾ എങ്ങനെ കഴിഞ്ഞു പോകും എന്ന് അതിവേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ തളർന്നു പോകാതെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സാക്ഷ്യത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതേ കർത്താവേ, ദാവീദ് തൻ്റെ അനുഭവത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നൊരു സാക്ഷ്യമാണല്ലോ കർത്താവേ അടിയങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കരം പിടിച്ച് നടത്തുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾക്ക് അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ ഈ കാലങ്ങളെ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആർക്കൊരാപത്തുനൃത്തം വരാതെ എല്ലാ ദൈവമക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവമഹത്വം കാണുവാൻ ദൈവം സഹായിക്കണമേ. പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിനകത്തും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി അനുഗ്രഹിച്ച് എൻ്റെ മക്കളെ നിറയ്ക്കണമേ. ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സകലവിധ നന്മകളും കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. യേശുവേ സ്തോത്രം.